ഹലോ ഗായ്സ്, അപ്പം ഞങ്ങൾ കുട്ടൂസാണ്. ഇന്ന് അവധി ആയതുകൊണ്ട് ഞാൻ അമ്മേനെ ചെറിയ ജോലി ചെയ്ത് സഹായിക്കുവാണ്. അപ്പം ഞാൻ അമ്മേൻ്റെ അടുക്കളത്തോട്ടത്തിലുണ്ടായ വിത്തൊക്കെ ഉണങ്ങാൻ വെക്കുവാണ്. അത് ഞാൻ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പം ഞാൻ അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പം ഞാൻ എൻ്റെ ഡ്രസ്സ് അലക്കാൻ പോണേ. 2 ജോഡി യൂണിഫോമാണ് അലക്കാൻ പോണേ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വാഷിംഗ് മെഷീൻ ഒന്നുമില്ല. ഞങ്ങളെല്ലാവരും കല്ലിൽ തന്നെയാണ് അലക്കുന്നത്. അപ്പോൾ തുണി ഒലുക്കുന്ന ഷാമ്പു കുറച്ച് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ബക്കറ്റിൽ കുഴച്ചിട്ട് നമുക്കത് കൈ കൊണ്ട് മിക്സ് ചെയ്യാം. അതിനായിട്ട് നമുക്ക് തുണി എടുത്ത് അതിനകത്ത് മുക്കി വെക്കാം. അപ്പോൾ നമുക്ക് ഈ തുണി സെറ്റായി വരുമ്പോഴത്തേക്കും നമ്മുടെ തെങ്ങിൻചോട് വൃത്തിയാക്കാൻ പോവാണ്. അപ്പോൾ അമ്മേനെ ഞാൻ ഇങ്ങനെ ചെറിയ ജോലി ചെയ്ത് സഹായിക്കാറുണ്ട്. നിങ്ങൾ സഹായിക്കണേ. അമ്മ ഇടയ്ക്കിടയ്ക്ക് തുണി അലക്കി തരും. അപ്പോൾ ഞാൻ അവധിയുള്ള ദിവസം ഞാൻ തന്നെയാണ് അലക്കുക. ഞാനിങ്ങനെ ഒരുപാട് ഡ്രസ്സ് എടുത്തിടുമ്പോൾ അമ്മ പറയും വേഗം അലക്കി ഇട്ടോളാൻ. അപ്പോൾ നമുക്ക് ഈ തെങ്ങിൻചൂട് അങ്ങോട്ട് വൃത്തിയാക്കാം. അപ്പോൾ ഞാൻ തെങ്ങിൻചൂട് വൃത്തിയാക്കി വരുമ്പോഴത്തേക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കല്ലെടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിവിടെ അടിച്ചു വാരാൻ തുടങ്ങാം. അപ്പം നിങ്ങൾ വിചാരിച്ചാണ് എൻ്റെ അച്ഛനും അമ്മയും എന്തിന്. അച്ഛൻ തോട്ടത്തിലേക്ക് പോയി അമ്മ വേണ്ടിക്ക് നമുക്ക് കഴിക്കാനുള്ള ഫുഡ് ഉണ്ടാക്കുവാണ്. അത്യാവശ്യം എനിക്ക് അടുക്കളപ്പണിയൊക്കെ അറിയാം. ഞാൻ മീൻ വറുക്കുകയൊക്കെ ചെയ്യും. അപ്പം ഞാൻ അടുക്കളയിൽ വല്ല ജോലി ചെയ്യാൻ കയറുമ്പോൾ അമ്മ എനിക്ക് പഠിക്കാനൊന്നുമില്ലെന്ന്. അപ്പം എനിക്കൊരു കല്ല് കയറുക. അപ്പം ഞാൻ പോയി നിന്ന് പഠിക്കും. അപ്പോൾ വർത്തമാനം പറഞ്ഞ് സമയം പോയതൊന്നും ഞാൻ അറിഞ്ഞില്ല. അപ്പം നമുക്ക് യൂണിഫോം നേരെ അങ്ങോട്ട് അലക്കാൻ പോവാം. അപ്പം ഞാനിത് ചാക്കിലേക്ക് വാരി ഇടുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ കരികിൽ മൊത്തം കത്തിച്ച് കളയണം. അത് നമുക്ക് യൂണിഫോം അങ്ങോട്ട് അലക്കാൻ പോവാം. ഈ തുള്ളിയും കൂടി അങ്ങോട്ട് വരാനുള്ളൂ. എന്നിട്ട് നമുക്ക് യൂണിഫോം അലക്കാൻ പോവാം. ഇങ്ങനെ സ്കൂളിൽ കിടന്ന് മരണക്കളിയാണ്. അതുകൊണ്ട് യൂണിഫോമിൽ നിറച്ചും ചെളിയാണ്. നല്ലവണ്ണം തേച്ചൊരച്ച് കഴുകണം. നമുക്ക് പാൻ്റ് എടുത്ത് കഴുകണം. പാൻറ്റിലധികം ചെളിയൊന്നുമുണ്ടല്ല കേട്ടോ. ഷർട്ടിലാണ് ഏറ്റവും കൂടുതൽ ചെളി ഉണ്ടാവുന്നത്. അപ്പം അമ്മേനെ ഇതുപോലും സഹായിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങളുടെ ഷഡ്ഡിങ്കിൽ അലക്കിയിട്ടോളെ. അപ്പം നമുക്ക് 2-3-5 പ്രാവശ്യമൊക്കെ നല്ലവണ്ണം കുത്തിപ്പിഴിഞ്ഞ് എടുക്കണം. അപ്പം ഞാൻ എന്തുണ്ട് കുത്തിപ്പിഴിഞ്ഞ് കണ്ടില്ലേ, ഇതുപോലൊക്കെ കുത്തിപ്പിഴണം. അതാണ്ട് ഒറ്റ പ്രാവശ്യം വെള്ളത്തിൽ മുക്കിയിട്ട് അവിടെ കൊണ്ട് വിരിച്ചിട്ടാൽ പോരാ കേട്ടോ. അപ്പോൾ നമുക്ക് പാൻറ്റ് നല്ലവണ്ണം അടിച്ച് കൊല്ലാൻ. പാൻറ്റിനെ കുറിച്ച് സൂക്കേട് കൂടുതൽ നല്ലവണ്ണം അടിക്കുന്നുണ്ട് ഞാൻ. അപ്പം നമുക്കിതൊന്ന് നല്ലവണ്ണം മുക്കിയെടുക്കാം. അപ്പോൾ തുണികളൊക്കെ കഴിഞ്ഞു. ഇനി ഇത് വെയിലത്ത് വിരിച്ചിടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തേക്കാനുള്ള ബൈ ബൈ ചെയ്യും.